ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഈസിയാണ്. അതിൻ്റെ കൂടെ സെപ്പറേറ്റ് കറിയൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് അതിൽ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് അത് ഈ പൊടിയിലേക്ക് ചേർത്ത് ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം. എല്ലാ ഭാഗവും നനഞ്ഞ് കിട്ടണം. വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കഴിയുമ്പം കൈ കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ബോൾ ഷേപ്പായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ ഇത് റെഡിയാക്കുന്നത്. ഈ ഒരു ബോളാക്കുന്നത് മാത്രമാണ് കുറച്ചൊരു ടൈം എടുക്കുന്ന പരിപാടി, ബാക്കിയെല്ലാം പെട്ടെന്നാണ്. ഇനി ഇത് നമുക്ക് ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു അരപ്പും കൂടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് തേങ്ങയും 2-3 ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടി അതും കൂടെയും ചേർത്തിട്ട് ഇത് ജസ്റ്റ് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്നത് പോലെ അരച്ചെടുക്കുക. ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പില, ഉണക്കമുളക് ഇതെല്ലാം കൂടെയും ചേർത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആവി കയറ്റി വെച്ചിട്ടുള്ള ബോൾസും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തോരം അരിപ്പൊടിയാണോ എടുത്തത് അതനുസരിച്ച് നമ്മൾ തേങ്ങയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് തേങ്ങ ഇങ്ങനെ നല്ലതുപോലെ ഉണ്ടെങ്കിലാണ് ഇത് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് പാടുണ്ടായി. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ബോളാക്കി വെച്ചത് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് എടുക്കാൻ വരും. അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഇരിക്കും ചൂടോടെ തന്നെ എടുത്താൽ. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റുമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.